ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് JBL ഒരു കാർ ആംപ്ലിഫയർ ആണ് നമ്മളിന്ന് നമുക്ക് ഹോം ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നോക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് JBL ഒരു കാർ ആംപ്ലിഫയർ ആണ് നമ്മളിന്ന് നമുക്ക് ഹോം ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നോക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 ചാനൽ ആംപ്ലിഫയർ ആണ്. 60 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, RMS ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് സാധാരണ നോർമലി ഇത് കാറിലും അതുപോലെ ബസ് അതുപോലത്തെ 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനിലാണ് സാധാരണ ഇത് യൂസ് ചെയ്യുക. ഇതിൽ നമുക്ക് 230 കണക്ട് ചെയ്യാൻ പറ്റില്ല. 12 വോൾട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ വണ്ടികളിലാണ് ഇത് ഉപയോഗിക്കാറ് സാധാരണ പതിവ്. അപ്പോൾ നമുക്കിത് ഹോം ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എങ്ങനെ ഇത് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ SMPS ആണ് നമ്മളിതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ ബാക്കി നമുക്ക് എന്തോരം ഔട്ട്പുട്ട് കിട്ടുന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതിലാണ് നമുക്ക് 4 സ്പീക്കർ 60 വാട്ട്സിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ നമുക്ക് 3 രീതിയിൽ കണക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കറായിട്ട് നമുക്ക് ഒരു കണക്ഷൻ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കർ, പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കണക്ഷൻ കൂടെ അവൈലബിൾ ആണ്. നമുക്ക് ബ്രിഡ്ജിൽ നമുക്ക് സബ് ഊഫർ ഈ ഒരു രണ്ടറ്റത്ത് കണക്ട് ചെയ്ത ബ്രിഡ്ജ് കണക്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ബ്രിഡ്ജിൽ നമുക്ക് സബ് ഊഫർ കണക്ട് ചെയ്യാം. അപ്പോൾ 2 സ്പീക്കറും ഒരു സബും കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ 2 ബ്രിഡ്ജും ചെയ്യാം. ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് എടുക്കാം, അതുപോലെ ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് എടുത്തിട്ട് നമുക്ക് 2 സബ് ഊഫർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 സ്പീക്കർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 സ്പീക്കറും ഒരു സബ് ഊഫറായിട്ട് നമുക്കിതിൽ 3 രീതിയിൽ ഇത് നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രൗണ്ട് പ്ലസ് പിന്നെ REM കണക്ഷനാണ് വരുന്നത്. നമുക്ക് സ്റ്റീരിയോയുടെ ഔട്ട്പുട്ട് സാധാരണ വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓൺ ആക്കണമെങ്കിൽ നമ്മുടെ പ്ലസ് VCC നമുക്ക് നേരെ ഒരു കണക്ഷൻ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ ഓൺ ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് ഒരു സൈഡിൽ വരുന്നത്. പിന്നെ ഇവിടെയാണ് ഇൻപുട്ട് കണക്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഇൻപുട്ട് കൊടുക്കാം, അതുപോലെ റിയർ ഇൻപുട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓക്സിലറി ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ബ്രിഡ്ജ് കണക്ഷനിൽ അവിടെ ഔട്ട്പുട്ട് സൈഡിൽ സബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സെറ്റിംഗ്സ് റിയർ ആണ് കണ്ടെയ്ൻസ്, ഇവിടുത്തെ സെറ്റിംഗ്സ് മാറ്റാനുണ്ട്, അതുപോലെ ഇവിടുത്തെ സെറ്റിംഗ്സും മാറ്റാനുണ്ട്. അത് ഞാൻ ഇതിൻ്റെ സെറ്റിംഗ്സ് പേജ് നമുക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളിന്ന് കമ്പ്യൂട്ടർ SMPS ആണ് ഇതിൽ പവർ കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് സാധാരണ കമ്പ്യൂട്ടർ അഴിച്ചിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാം. പക്ഷേ നമുക്ക് എളുപ്പം ഒന്നും കൂടെ ഇവിടെ നിന്ന് തന്നെ കണക്ഷൻ എല്ലാം അവൈലബിൾ ആണ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ വയറും ഗ്രൗണ്ട് വേണം. യെല്ലോ ആണ് നമ്മുടെ 12 വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്റ്റിലുള്ള യെല്ലോയും അതുപോലെ ബാക്കിയുള്ള എല്ലാ വരുന്ന യെല്ലോയും എല്ലാം കോമൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു യെല്ലോ 2 യെല്ലോ കട്ട് ചെയ്തെടുക്കാം, പിന്നെ ഈ 2 യെല്ലോയും കട്ട് ചെയ്തെടുക്കാം. കാരണം ഇതിൽ ആംപ്ലിഫയർ നല്ല ലോഡ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആംപിയർ കൂടി ഈ വയറ് ചൂടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യെല്ലോ വയറും ഈ ഒരു യെല്ലോ വയറും കൂടെ നമുക്ക് ഒരൊറ്റ കണക്ഷൻ ആക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് വയർ എടുക്കാം, നമ്മുടെ ഗ്രൗണ്ട് സാധാരണ നോർമൽ ഗ്രൗണ്ട്. പിന്നെ നമ്മുടെ MP3 ഒരു ചെറിയ ബോർഡിൽ വെക്കുന്നുണ്ട്. അതിനുവേണ്ടി 5 വോൾട്ടിന് വേണ്ടി നമുക്ക് ഈ ഒരു റെഡ് യൂസ് ചെയ്യാം. അതിനൊരു സിംഗിൾ റെഡും സിംഗിൾ ബ്ലാക്കും മതിയാവും. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ SMPS ഓൺ ആക്കാനായിട്ട് ഒരു ഗ്രീനും പിന്നെ ഒരു ബ്ലാക്കും സെപ്പറേറ്റ് ഒരു എക്സ്റ്റേണൽ സ്വിച്ച് വെക്കാനായിട്ട് ഈ 2 കണക്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. യെല്ലോ, ഗ്രീന്, ബ്ലാക്ക്, പിന്നെ റെഡ്, ബ്ലാക്ക്, ഇത്ര മതി നമുക്ക് കണക്ഷൻ എടുക്കാനായിട്ട്. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ 12 വോൾട്ടിൻ്റെ കണക്ഷൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഈ 2 കണക്ഷൻ കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ 12 വോൾട്ടിൻ്റെ കണക്ഷൻ, അതുപോലെ 12 വോൾട്ട് പ്ലസ് മൈനസ് 12 വോൾട്ട്, പിന്നെ നമുക്ക് ഒരു 5 വോൾട്ട് കണക്ഷൻ നമ്മൾ MP3 ബോർഡിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓൺ ഓഫ് കണക്ഷനായിട്ട് SMPS ഓൺ ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്രീൻ വയറും ബ്ലാക്കും, ബാക്കിയെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഇത്രയും കണക്ഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കി കണക്ഷൻ കൂടെ ചെയ്യാം. അപ്പോൾ നമ്മളിതിന് അടുത്തായിട്ട് ബ്ലൂടൂത്ത് മോഡുകളാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് മോഡുകൾ നമുക്ക് ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം ഈ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് മോഡിൽ ഇതിൽ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഇതിൻ്റെ പവർ സപ്ലൈ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ യെല്ലോ ഔട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അടുത്ത് നമ്മൾ ഇൻപുട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ MP3 ബോർഡിൻ്റെ ഇൻപുട്ട് നമ്മൾ ഇവിടേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയോ കേബിൾ ഈ ഒരു അറ്റത്തായിട്ട് കണക്ട് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് മോഡലിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ 4 കണക്ഷനാണ് ഉണ്ടാവുക. നമുക്ക് ഈ 4 കണക്ഷനിലെ ഈ കോമൺ നമുക്ക് ഷോർട്ട് ചെയ്യാം. നമുക്ക് സിഗ്നലിലെ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ 2 സിഗ്നലിൽ R ഔട്ടും L ഔട്ടും ആണ് ബ്ലൂടൂത്തിൻ്റെ ഇവിടേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ കണക്ട് ചെയ്യാം. നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഇട്ടിട്ടത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് കണക്ഷൻ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പവറിൻ്റെ സെക്ഷൻ കൂടെ നോക്കാം. അപ്പോൾ ബ്ലൂടൂത്തിന് ഇൻപുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ട് ചെയ്യുന്നത് പവറാണ്. അപ്പോൾ പവർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ 5 വോൾട്ട് സെക്ഷനാണ്. നമുക്ക് 5 വോൾട്ട്, ഈ റെഡും ബ്ലാക്കുമാണ് 5 വോൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 വോൾട്ട് സെക്ഷൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതും സ്ലീവ് ഇട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ MP3 ബോർഡിൻ്റെ എല്ലാ കണക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ 2 വയറുണ്ട്. അപ്പോൾ അത് ഓൺ ആക്കാനായിട്ട് നമുക്കൊരു സ്വിച്ച് SMPSൻ്റെ പുറത്ത് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിലാദ്യം ഗ്രൗണ്ട് വയർ കണക്ട് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പ്ലസ് ആണ് കണക്ട്. പ്ലസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു വയറിൻ്റെ പീസ് നമ്മൾ പ്ലസ്സിൽ ഇതുപോലെ കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ പ്ലസ്സിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ പ്ലസ്സിൽ കണക്ട് ചെയ്ത വയർ തന്നെയാണ് ഈ REM കണക്ഷനിൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ കണക്ഷൻ. പ്ലസ്സിൽ നിന്ന് ഒരു വയർ നേരെ REMയിലേക്കും പിന്നെ ഗ്രൗണ്ട് നേരിട്ട് കണക്ട് ചെയ്തു. പിന്നെ ബ്ലൂടൂത്തിലേക്ക് നമ്മുടെ ഓൾറെഡി കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് ഓണാക്കി ജസ്റ്റ് ബ്ലൂടൂത്തൊക്കെ ഓൺ ആവുന്നുണ്ടോന്ന് നോക്കാം. അപ്പോൾ നമ്മൾ SMPSയിൽ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയാൽ ബ്ലൂടൂത്ത് ഓൺ ആവുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കി സെക്ഷനോട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ട്, ഈ ഒരു മോഡ് ബട്ടൺ നമ്മൾ സബ് വൂഫർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ലോ പാസിലേക്ക് LPയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് സബ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് കൂടെ നോക്കാം.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യേണ്ട ഒരു 3 മെത്തേഡ് ഞാനിവിടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.